ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലായിടത്തും മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. ഇന്നലെ രാത്രി പിടിച്ച മഴ ഇന്ന് ഫുള്ളുണ്ടായിരുന്നു. അങ്ങനെ ചാറി 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 നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നത് കണ്ടില്ലേ? പിന്നെ അടുപ്പും നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വേണ്ടില്ല, ഇന്ന് മുറ്റത്ത് തന്നെ ആവട്ടെ നമ്മുടെ ബിരിയാണി, ചെമ്മീൻ ബിരിയാണിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെണ്ണീറൊക്കെ വാരി എടുത്തു. എന്നിട്ട് ഓലക്കൊടി തോന വെച്ചിട്ടാണ്ട് കുറേ നേരം കത്തിച്ചു. അപ്പോൾ അടുപ്പൊന്ന് ചൂട് പിടിച്ചപ്പോൾ പിന്നെ കത്തി പിടിച്ചു കേട്ടോ. അങ്ങനെ ചെമ്മീൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഉരുളിയുടെ അടിയിൽ എന്താ പറയുക, വെണ്ണൂറ് തേച്ചു കേട്ടോ. അപ്പോൾ കഴുകി കളയാൻ എളുപ്പം ഉണ്ടാവുമല്ലോ. അങ്ങനെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് സവോള അതിലേക്കിട്ടൊന്ന് വഴറ്റാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ചെമ്മീൻ ബിരിയാണി വെക്കുകയെന്നൊന്നും എനിക്കറിയില്ല. ഒരു റെസിപ്പി ഞാൻ ഇപ്പോൾ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങോട്ട് വെച്ചു. പക്ഷെ നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല എളുപ്പമാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ സവോള വഴന്ന് വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഇട്ട് കൊടുത്തു. വഴന്ന് വരില്ല, കുറച്ച് ഒന്ന് വെള്ള കളറാകുമ്പോൾ. അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് വേഗം. അങ്ങനെ നല്ല തീ കത്തുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആവണമുണ്ടായിരുന്നു. അതെപ്പോഴാണ് ഉപ്പിട്ടത്. അതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം അത് വഴന്ന് വരുമ്പോഴാണ് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണത്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടി, നമ്മുടെ മുളക് പൊടി നല്ല എരിയുണ്ട്. പിന്നെ പച്ചമുളക് 4-5 ഇട്ടുണ്ടായിരുന്നു. അത് ഉണ്ടമുളക് നല്ല എരിവുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അങ്ങനെ അതൊക്കെ നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ പോകണ വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തക്കാളി, വലിയ 2 തക്കാളിയാണ് ഞാൻ എടുത്തത്. അതിലത്തെ 1.5 തക്കാളി മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റാക്കി വെള്ളം ഒഴിക്കാണ്ട് എടുത്തു. പിന്നെ 1/2 തക്കാളി അതിലേക്ക് മുറിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് തക്കാളി നല്ലോണം വഴന്ന് വരുമ്പോൾ ആണ് നമ്മളെ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലോണം അത് അതിൽ കിടന്നിട്ട് നല്ലോണം വെള്ളം വറ്റി വരണം കേട്ടോ. അതിനൊരു പച്ചച്ചുവ ഉണ്ടാവും, അത് പോണ വരെ നല്ല തീയിലിട്ടിട്ട് നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. അങ്ങനെ നല്ല തീയും കത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുത്താൽ തന്നെ അടിയിലൊന്ന് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ കൈ നിർത്താണ്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ മല്ലിയുടെ ഇല അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ മാഗി ക്യൂബ് ഇല്ലേ, അത് ഒരെണ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ചോറിൽ ഉപ്പ് വരും. അപ്പോൾ ലാസ്റ്റ് ചോറിലിടുമ്പോൾ ശ്രദ്ധിച്ചാലും മതി. അപ്പോൾ ഇതിലെന്തായാലും ഈ ഗ്രേവിയിലേക്കും ഈ പിന്നെ റോസ്റ്റിലേക്കുള്ള കറക്റ്റ് ഉപ്പ് തന്നെ ആക്കിയാൽ മതി. ഇനിയിപ്പോൾ ഒത്തിരി ഏറിയാലും നമ്മുടെ ചോറിൽ ഉപ്പിടില്ല. അപ്പോൾ അതൊന്ന് കുറച്ചാൽ മതി. അങ്ങനെ ആ മാഗി ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ജാറ് കഴുകി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ച് വെള്ളം വറ്റണ വരെ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് വേവുമ്പോഴേക്കും ചോറിനുള്ള അരി അളന്നിട്ട് കുതിർത്താൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കഴുകിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഒരു പാത്രം കൊണ്ട് 6 പാത്രമാണ് അരി എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി 12 ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം മാറ്റി വയ്ക്കുകയും ചെയ്യണം കേട്ടോ. അതിനെ കഴുകി അരി അവിടെ കുതിർത്താൻ വെച്ചു. എന്നിട്ട് ആ വെള്ളം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ചെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വെന്തു, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ചോറിനുള്ള ബിരിയാണി ചെമ്പ് കയറ്റി വയ്ക്കുക. അപ്പോൾ ബിരിയാണി ചെമ്പിൻ്റെ അത് അടിയിൽ വെണ്ണീർ തേച്ച് കൊടുത്തു. എന്നിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് മാറ്റി വയ്ക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അത് അവിടെ കിടന്നിട്ട് തിളച്ചിട്ടാണ് പിന്നെ ഉപ്പും മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോഴും മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കനത്തിലൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ചാറി ചാറി നിൽക്കുക. അപ്പോൾ അതേ താറാവുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരിനൊക്കെ ഒന്ന് എടുത്തതാണ്. അപ്പോഴേക്കും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. 12 ഗ്ലാസ് ആണ് അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് 1 ഗ്ലാസ് മാറ്റി വെച്ചു.
അപ്പോൾ എന്നിട്ട് തിളച്ചിട്ടാണ് നമ്മൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും അതിലേക്കുള്ള പാല് പിഴിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ഈ മുറിയുടെ പകുതിയാണ് മുറി എടുത്തത്. എന്നിട്ട് അത് പാല് പിഴിഞ്ഞ് അവിടെ വെച്ചു. നല്ല കട്ടിക്ക് പാലൊന്നും വേണ്ട കേട്ടോ. 2 പ്രാവശ്യം നാളികേരം അടിച്ചെടുത്തിട്ട് ആ ഒരു ഗ്ലാസ് നിറച്ച് വെച്ചു. അപ്പോഴേക്കും സവോളയും അണ്ടിപ്പരിപ്പും ഇങ്ങനെ വറുത്തെടുത്തു. മുന്തിരി ഉണ്ടായിരുന്നില്ല, അപ്പോൾ മുന്തിരി ഇല്ല കേട്ടോ. അപ്പോൾ ഇത് സവോള ഇങ്ങനെ വറുത്തെടുത്ത ഉടനെ തന്നെ അതിങ്ങനെ വേറെടുത്തിട്ടില്ല വെച്ചെങ്കിൽ അത് കട്ടി പിടിച്ചിട്ട് കിടക്കൂട്ട ചൂടാറുമ്പോൾ. അപ്പോൾ അതിങ്ങനെ മാറ്റി ഇട്ടു. എന്നിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും വറുത്ത് ഇട്ടു. എന്നിട്ട് ചെല്ലുമ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ കണ്ട മസാലകൾ ഒരുവിധം എല്ലാതും ഉണ്ട് അതിൽ. അത്യാവശ്യം ഉണ്ട് കേട്ടോ, എല്ലാതും ഇട്ട് കൊടുത്തു. എന്നാൽ തന്നെയാണ് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. എന്നിട്ട് കഴുകി വറുത്ത് വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് സവോള പിന്നെ അണ്ടിപ്പരിപ്പും വഴറ്റിയെടുത്ത നെയ്യില്ലേ അതും അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെയും നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ വെന്ത് വന്നു. അപ്പോൾ വെന്തിട്ടെല്ലാം 3/4 ഭാഗമായി. അപ്പോൾ ചെമ്മീൻ റോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ മല്ലിയുടെ ഇല അരിഞ്ഞ് വെച്ചതൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് സവോളയും പിന്നെ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചത് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അടിപൊളി ബിരിയാണി തന്നെയായിരുന്നു. ഒന്നിനോടൊന്നും ഒട്ടാണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.